നമോ ബുദ്ധായ. ഇന്നത്തെ വീഡിയോ ഗ്രീൻ താര ദേവിയെക്കുറിച്ചാണ്. ഗ്രീൻ താര ദേവിയെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. മാത്രമല്ല സംഘയിലുള്ള കുറച്ച് പേര് ആവശ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഇന്ന് ഗ്രീൻ താര വീഡിയോ ചെയ്യുന്നത്. ആരാണ് ഗ്രീൻ താര ദേവി? എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഗ്രീൻ താര ദേവിയെ വിളിക്കുന്നത്? മാത്രമല്ല ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പലരും ഗ്രീൻ താര മന്ത്രം തന്നെ തിരഞ്ഞെടുത്ത് ജപിക്കുന്നത് എന്തുകൊണ്ടാണ്? വജ്രയാന ബൗദ്ധത്തിലും മഹായാന ബൗദ്ധത്തിലും ഒരേപോലെ ആരാധിക്കപ്പെടുന്ന ആരാധനാമൂർത്തിയാണ് ഗ്രീൻ താരാദേവി അഥവാ ആര്യതാരാദേവി. കരിങ്ങാലി ഇലകളുടെ നിറം പോലെ ശരീരദേഹം ഉള്ളതുകൊണ്ട് കതിരവണി താര എന്ന പേരും ദേവിക്കുണ്ട്. ശരീരം പച്ചനിറമായതുകൊണ്ട് തന്നെ ശ്യാമതാര എന്നും, അതുപോലെ സമയത്ത് വന്ന് സംരക്ഷിക്കുന്നതുകൊണ്ട് സമയതാര എന്നും, ടിബറ്റൻ വജ്രയാന ബുദ്ധിസത്തിൽ ചിച്ചൻരോൽമ എന്നും ദേവി അറിയപ്പെടുന്നു. ഇതൊന്നും കൂടാതെ ഇന്ത്യൻ തന്ത്രത്തിലും താരാദേവിക്ക് പദ്ധതിയുണ്ട്. മഹാവിദ്യകളിൽ രണ്ടാമത്, പാർവതീദേവിയുടെ മഹാവിദ്യാ സ്വരൂപങ്ങളിൽ രണ്ടാമതുമാണ് താരാദേവി. അതോടൊപ്പം തന്നെ ശ്യാമതാരക്കായിട്ട് പ്രത്യേക ക്രമങ്ങളും ഇന്ത്യൻ തന്ത്രത്തിലുണ്ട്. താരാദേവിയെ കണക്കാക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും അമ്മയായിട്ടാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും അധിഷ്ഠിതമായിരിക്കുന്നത് ഈ ഒരു അമ്മയിലുമാണ്. പ്രപഞ്ചം എന്നത് താരാദേവിയുടെ ശരീരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഐതിഹ്യപരമായി പറയുകയാണെങ്കിൽ നേപ്പാളിൽ ജനിച്ച ഒരു രാജകുമാരിയായിട്ടും ചീനദേശത്ത് ജനിച്ച ഒരു രാജകുമാരിയായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ഭൃഗുടി എന്ന രാജകുമാരിയുമായിട്ട് ബന്ധമുള്ളതായിട്ടും പറയുന്നുണ്ട്. ഈ ഒരു പ്രിൻസസ് സ്റ്റോറിയിലേക്ക് വരുവാണെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ബുദ്ധത്വം സ്വീകരിച്ച ഒരു വനിതയായിട്ടാണ് താരാദേവിയെ പറഞ്ഞത്. താരാദേവി മനുഷ്യരൂപത്തിൽ അവതരിക്കുകയും പുരുഷന്മാർ മാത്രം ബുദ്ധന്മാരാവുക, പുരുഷന്മാർ മാത്രം പ്രബുദ്ധതയിലേക്ക് എത്തുക എന്നൊരവസ്ഥ വന്നപ്പം പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അതുകൂടാതെയുള്ള മറ്റു ജെൻഡറുകൾക്കും ബുദ്ധത്വത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ലോകത്തെ തെളിയിച്ചു കൊടുത്ത ഒരു ദേവി കൂടിയാണ് താരാസ്വരൂപം. അതുകൊണ്ട് തന്നെ ടിബറ്റൻ ബുദ്ധിസത്തിൽ താരാദേവിയെ ഒരു ഗ്രേറ്റ് ഫെമിനിസ്റ്റായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. പുരുഷന്മാർക്ക് തുല്യത കിട്ടുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും മറ്റുള്ള ജെൻഡറുകൾക്കും ആത്മീയ തലത്തിൽ തുല്യത ലഭിക്കുക എന്നതാണ് താരാദേവി മുഖ്യമായിട്ടും ഉദ്ദേശിച്ചിട്ടിരിക്കുന്നത്. താരാദേവി മനുഷ്യനായിട്ട് അവതരിച്ച ആ ഒരു സ്റ്റോറി ബേസിൽ പറയുകയാണെങ്കിൽ എല്ലാ ജെൻഡറുകൾക്കും എല്ലാ മനുഷ്യർക്കും തുല്യത കൊടുക്കാനും അവരെയെല്ലാം അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ബുദ്ധത്വത്തിലേക്ക് എത്തിക്കാനും സഹായിക്കുകയാണ് താരാദേവി ചെയ്തത്. കാരണം എല്ലാ ജീവജാലങ്ങളിലും ബുദ്ധത്വം ഉണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് താരാദേവി ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, പരാശക്തിയാകുന്ന ദേവിക്ക് ഉത്ഭവവുമില്ല അന്ത്യവുമില്ല. താരാദേവി പ്രപഞ്ചത്തിൽ ആവിർഭവിച്ച സ്വരൂപത്തിൽ ആവിർഭവിച്ചതിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിലുള്ള ഓരോ സൃഷ്ടികളോടും അനുകമ്പ തോന്നിയ കാളീദേവി തൻ്റെ അനുകമ്പ കൊണ്ട് സ്വീകരിച്ച, തൻ്റെ അനുകമ്പയിൽ നിന്നും വന്ന സ്വരൂപമായിട്ടോ അല്ലെങ്കിൽ താൻ അനുകമ്പ കൊണ്ട് സ്വീകരിച്ച സ്വരൂപമോ ആണ് താരാദേവി. അതായത് കാളിയാകുന്ന കാളിമ പ്രപഞ്ചത്തിന് വഴി കാണിക്കാൻ വന്ന ഒരു നക്ഷത്ര രൂപിണി. അതുപോലെ സർവ്വചരാചരങ്ങളും ആദിവ്യാധികൾ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുന്ന സമയത്ത് അവലോകിതേശ്വരൻ്റെ കണ്ണിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീരിൽ നിന്നും ആവിർഭവിക്കുകയും നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, എല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് സമസ്ത പ്രപഞ്ചത്തിനെയും സഹായിക്കാനായി പുറപ്പെടുകയും ചെയ്ത ദേവി കൂടിയാണ് താരാദേവി. അതുപോലെ കാളകൂട വിഷത്തിൻ്റെ തീവ്രതയിൽ നിന്നും ശിവഭഗവാന് ശീതളത കൊടുക്കാൻ പാർവതീദേവിയും താരാസ്വരൂപം സ്വീകരിച്ചിട്ടുണ്ട്. അതായത് അപകടത്തിൽപ്പെട്ടിരിക്കുന്ന തൻ്റെ ഭക്തരെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുവാനും എല്ലാ ഭയത്തെയും ഇല്ലാതാക്കി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാനും താരാദേവി എപ്പോഴും തത്പരയാണെന്ന് അർത്ഥം. കാളിയിൽ നിന്നും പ്രപഞ്ചത്തിൽ ആവിർഭവിച്ച നക്ഷത്രം എന്നാൽ അത് കത്തിജ്വലിക്കുന്ന സൂര്യനാണ്. അതായത് എല്ലാ ഊർജങ്ങളുടെയും ഉറവിടം താരാദേവിയാണ്. പക്ഷെ താരാദേവിയുടെ വികരാള രൂപത്തെ ഒരു സാധാരണ മനുഷ്യന് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും തന്നെ വിളിക്കാൻ കഴിയണം, തന്നെ സമീപിക്കാൻ കഴിയണം എന്ന ആഗ്രഹത്താൽ പച്ച നിറത്തിലുള്ള മാതൃസ്വരൂപിണിയായിട്ടുള്ള ഗ്രീൻ താരയായിട്ടാണ് ദേവി വിശ്വവിദ്യയായി വിരാജിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഗുരുപദേശമില്ലാതെ ആർക്കും താരാദേവിയുടെ അത്യുഗ്രരൂപങ്ങളായ ഉഗ്രതാര, ഏകജടി,
അതുപോലെ തന്നെ ശ്മശാനതാര, സംഹാരതാര എന്നീ സ്വരൂപങ്ങളെ സമീപിക്കാൻ പറ്റില്ല. പക്ഷേ ഗ്രീൻ താര മന്ത്രവും പ്രാർത്ഥനയും ആർക്കും ചെയ്യാം. എന്നാൽ ഗ്രീൻ താര തന്ത്രസാധനക്ക് ഗുരുപദേശം ആവശ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ഗ്രീൻ താര തന്ത്രസാധന എന്ന് വെച്ചാൽ ജീവിതം മുഴുവനും ഗ്രീൻ താര ദേവിയുടെ ചൈതന്യത്തെ നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ്. ഗ്രീൻ താര തന്ത്രസാധനയായതുകൊണ്ട് തന്നെ മത്സ്യമാംസ നൈവേദ്യങ്ങൾ പോലും അവിടെ പോസിബിളാണ്. ഗ്രീൻ താര ദേവിയുടെ തന്ത്രസാധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാഗ് ലൈനിലേക്ക് പോവുക. 1000 കോടി ബുദ്ധന്മാരുടെ അമ്മയായിട്ടാണ് ഗ്രീൻ താര ദേവിയെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർവ്വതഥാഗത മാത, സർവബുദ്ധ മാത എന്നൊരു പേരുകൂടി ദേവിക്കുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും 1000 കോടി ബുദ്ധന്മാർ നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്നും ആ 1000 കോടി ബുദ്ധന്മാർക്കും ജന്മം കൊടുത്തത് ഗ്രീൻ താരാദേവിയാണെന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1000 കോടി ബുദ്ധന്മാരുടെ സർവോർജവും ഗ്രീൻ താരാദേവിയിൽ നിക്ഷിപ്തമാണ്. താരാദേവിക്ക് 3, 5, അതുപോലെ 21, 108 കോടാനുകോടി എണ്ണിയാൽ തീരാത്തത്ര സ്വരൂപങ്ങളുണ്ടെങ്കിലും അതിലാദ്യം മനസ്സിലാക്കേണ്ടത് 5 രൂപങ്ങളെയാണ്. ഈ 5 രൂപങ്ങളും പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ ഗ്രീൻ താരാദേവി വായുതത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ താര മന്ത്രോപാസന ചെയ്യാൻ തുടങ്ങിയാൽ കാറ്റിൻ്റെ വേഗതയിലാണ് എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്നതും എല്ലാ ഭയങ്ങളും ഇല്ലാതാവുന്നതും. 1000 കോടി തഥാഗതന്മാരുടെ അമ്മയാണ് ഗ്രീൻ താര എന്ന് പറയുന്നതിൽ മറ്റൊരർത്ഥം കൂടിയുണ്ട്. ഈ 1000 കോടി ബുദ്ധന്മാരിൽ ഞാനും നിങ്ങളും ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും, ഇത് കാണാത്ത ആൾക്കാരാണെങ്കിൽ പോലും എല്ലാ ജീവനുകളും ആ ഒരു തഥാഗത കാറ്റഗറിയിൽ പെടും. കാരണം നമ്മളിലെല്ലാവരിലും ബുദ്ധത്വമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒരു തരത്തിലുള്ള ലിംഗഭേദങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തരത്തിലുള്ള പ്രകൃതങ്ങളോ ആ ബുദ്ധത്വത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും അവനവൻ്റെ രീതിയിൽ ബുദ്ധനായി മാറുക എന്നൊരവസ്ഥയാണത്. നോട്ട് ദ പോയിന്റ്. ബുദ്ധനായി മാറാനാണ് പറഞ്ഞത്, അല്ലാതെ ബുദ്ധരൂപി ദൈത്യനായി മാറാനല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാണുന്നത് പോലെ അറിവിനെ വളച്ചൊടിച്ചുകൊണ്ട് ബുദ്ധത്വത്തിലേക്ക് എത്താനല്ല, പകരം അറിവിനെ സ്വയത്തിനും മറ്റുള്ളവരുടെയും നന്മക്ക് ഉപയോഗപ്പെടുത്തി ബുദ്ധനായി മാറാനാണ്. അതായത് നമ്മുടെ എല്ലാ ഡയമെൻഷൻസിലും സാധാരണ ഒരു മനുഷ്യൻ തുടങ്ങി ബുദ്ധൻ എന്ന അവസ്ഥ വരെയുള്ള എല്ലാ അവസ്ഥകളിലും താര നമ്മുടെ എല്ലാം അമ്മയാണ്. പഞ്ചഭൂതങ്ങളിൽ കാറ്റിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് തന്നെ താരാദേവിയുടെ മെയിൽ കൗണ്ടർ പാർട്ടായിട്ട് പറയുന്നത് അമോഘസിദ്ധി ബുദ്ധനെയാണ്. പ്രാപഞ്ചികമായിട്ട് പഞ്ചതഥാഗതന്മാരുണ്ട്. ഈ പഞ്ചതഥാഗതന്മാരിൽ അമോഘസിദ്ധി എന്ന തഥാഗതൻ്റെ ശക്തിയാണ് താരാദേവി. ദേവിയുടെ സ്വരൂപത്തെ പറ്റി പറയുകയാണെങ്കിൽ പച്ച നിറത്തിലുള്ള ദേഹനിറമാണ്. അതുകൊണ്ട് തന്നെ പ്രാപഞ്ചികതയും പെട്ടെന്നുള്ള പ്രവർത്തനവുമാണ് സൂചിപ്പിക്കുന്നത്. കാറ്റിൻ്റെ വേഗതയിൽ തന്നെ വന്ന് ഭക്തരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇടത് കൈയിൽ നീലത്താമര പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അമൂല്യതയാണ് സൂചിപ്പിക്കുന്നത്. വലത് കൈകൊണ്ട് വരമുദ്ര അല്ലെങ്കിൽ അഭയമുദ്രയാണ് പിടിച്ചിരിക്കുന്നത്. ഒരു കാല് താഴോട്ടേക്ക് തൂക്കിയിട്ടിരിക്കുന്ന ലളിതാസനത്തിൽ താമരപ്പൂവിൽ ചന്ദ്രന് മുകളിലാണ് ദേവി ഇരിക്കുന്നത്. അതായത് ലളിതാസനത്തിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പം വേണമെങ്കിലും സ്വന്തം ഭക്തരെ സഹായിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോകാൻ പറ്റുന്ന പാകത്തിലാണ് ഇരിക്കുന്നതെന്ന് അർത്ഥം. ഒട്ടുമിക്ക ബുദ്ധന്മാരും പത്മാസനത്തിലാണ് ഇരിക്കുന്നത്. ചിലർ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനെ പോലെ നിൽക്കുകയാണ് ചെയ്യാറ്. പക്ഷെ താരാദേവി ഇരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഗൈഡ് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് വരാവുന്ന ഒരു അനുകമ്പ സ്വരൂപത്തിലാണ്. മാത്രമല്ല 8 തരത്തിലുള്ള മഹാഭയങ്ങളെയും വിഘ്നങ്ങളെയും ഇല്ലാതാക്കുന്ന ദേവി കൂടിയാണ് താരാദേവി. 8 തരത്തിലുള്ള മഹാഭയം എന്ന് പറയുമ്പോൾ അതിൽ ആന, സിംഹം, അതുപോലെ സർപ്പം, ചോരൻ, രാക്ഷസൻ, അങ്ങനെ പലതും വരുമെങ്കിലും ആക്ച്വലി അതുകൊണ്ടല്ല അർത്ഥമാക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള എനിമീസിനെയാണ്. അതായത് അഹങ്കാരം, ദേഷ്യം, വെറുപ്പ്, അസൂയ, സംശയം, അങ്ങനെയുള്ള 8 തരത്തിലുള്ള ശത്രുക്കളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതും ബുദ്ധൻ ബോധിവൃക്ഷത്തിന് ചുവട്ടിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ബുദ്ധനെ ആക്രമിക്കാൻ വേണ്ടി വന്ന അസുര സൈന്യങ്ങളെ മുഴുവനും ഇല്ലാതാക്കിയത് താരാദേവിയാണ്. അതായത് 8 തരത്തിലുള്ള മഹാഭയങ്ങളെയും ദുഷ്ടശത്രുക്കളെയും ഉന്മൂലനം ചെയ്യാനായി അവതരിച്ചത് ഭൂമിദേവിയും താരാദേവിയും ചേർന്നിട്ടാണ്. അത് ബുദ്ധനെ സംരക്ഷിച്ചത് ഭൂമിദേവിയും താരാദേവിയുമാണ്. അസുര സംഹാരം ചെയ്യാനായി അസുരന്മാരെ നോക്കി 8 തരത്തിൽ ചിരിച്ചപ്പോഴാണ്
ആ 8 തരത്തിലുള്ള അസുരന്മാരും ഭയന്ന്, അതും അവർക്കൊക്കെ സമ്പൂർണ്ണ നാശമാണ് ദേവി വരുത്തിയത്. 8 തരത്തിൽ ചിരിക്കുക എന്ന് പറയുമ്പം മന്ദഹാസം മുതൽ അട്ടഹാസം വരെ. സൗമ്യതയോടെയാണ് താരാദേവി ഇരിക്കുന്നെങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി എത്ര ഭയാനക രൂപവും അമ്മ സ്വീകരിക്കുന്നു. താരാദേവിയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പോരാതെ വരും. കാരണം അത്രത്തോളം മഹിമയും മഹത്വവും ദേവിയുടെ കാര്യത്തിൽ പറഞ്ഞു തീർക്കാനുണ്ട്. ഒരുപാട് പേരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സാധന കൂടിയാണ് ഗ്രീൻ താരാദേവിയുടെ സാധന. അതുപോലെ ഗ്രീൻ താരാദേവി മന്ത്രം ജപിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ സാധന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തെ മുഴുവനും ഗ്രീൻ താരാദേവിയിൽ സമർപ്പിക്കുക എന്നൊരർത്ഥമാണ്. പ്രത്യേകിച്ച് നിബന്ധനകൾ ഗ്രീൻ താര സാധനയ്ക്കില്ല. അതായത് നോൺ വെജ് ഒഴിവാക്കണമെന്നോ അങ്ങനെയൊന്നും തന്നെയില്ല. പീരീഡ്സിൻ്റെ സമയത്ത് ജപിക്കുക അങ്ങനത്തെ ഒരു നിയമങ്ങളോ നിബന്ധനകളോ ഇല്ല. പക്ഷേ മനുഷ്യത്വം ഉണ്ടായിരിക്കണം. അതുതന്നെയാണ് ഏറ്റവും വലിയ ദൈവികത. അതായത് ആരെയും വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത്. ഗ്രീൻ താരാദേവിയുടെ സാധനയെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് വായിച്ച് നിങ്ങൾക്കത് എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഗ്രീൻ താരയുടെ ഡീറ്റെയിൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും.